എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു ടിപ്പ് പറയാനാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഗാർഡനിങ് ടിപ്സൊക്കെ ഈ ഒരു ചാനലിൽ ഷെയർ ചെയ്യാറുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാറുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ടിപ്പും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഒരുപാട് ഗാർഡനിങ് ഒക്കെ ചെയ്യുന്ന ഒരു ഫ്രണ്ടാണ്. അവരെനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ എനിക്കത് വളരെ നല്ലതായിട്ട് എഫക്റ്റീവായിട്ട് തോന്നി. അതുകൊണ്ടാണ് അത് നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നത്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചില സമയത്ത് നമ്മുടെ ചെടികളൊക്കെ ഒരു വളർച്ച ഇല്ലാതെ നിൽക്കുന്ന പോലെയോ അല്ലെങ്കിൽ ചെടികളുടെ ഇലകളൊക്കെ ഒന്ന് ചുരുണ്ട് വരിക, അതുപോലെ പൂവിടാതെ നിൽക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ചെടികൾക്ക് കാൽസ്യത്തിൻ്റെ ഒരു കുറവുണ്ടെന്ന്. അപ്പോൾ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് വളരെ ഈസി ആയിട്ട് പരിഹരിക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചെടികൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അധികം പൈസയൊന്നും ചിലവാക്കാതെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് നല്ലത് തന്നെയല്ലേ. അധികം പൈസ ചിലവില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ അധികവും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാറുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ടിപ്പും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു കാര്യത്തിന് വേണ്ടത് ഇതാണ്. ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ചോക്ക് തന്നെയാണ്. ഇത് കാണുമ്പോൾ എല്ലാവർക്കും പണ്ടത്തെ ആ ഒരു സ്കൂളിലത്തെ കാലഘട്ടം ഓർമ്മ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചോക്ക് വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു ടിപ്പ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ചോക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് കാൽസ്യം കാർബണേറ്റ് ആണ്, CaCO3. അപ്പോൾ ഇതിൽ കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റ് നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സ്റ്റിക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കളറില്ലാത്ത ചോക്ക് തന്നെയാണ് ഇതിന് ഏറ്റവും നന്നായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ചോക്ക് വേണം. ഇതിപ്പോൾ ഒരു 50 പൈസയ്ക്ക് ഒരെണ്ണം കിട്ടും. അതായത് 1 രൂപയ്ക്ക് 2 എണ്ണമൊക്കെ കിട്ടുന്നതാണ് ഈ ചോക്ക്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് സ്മൂത്ത് ആക്കിയിട്ട് പൊടിച്ചെടുക്കുക. പെട്ടെന്ന് നമുക്ക് പൊടിക്കാൻ പറ്റുന്നതാണ് ഇത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇതിലിട്ടിട്ടാണ് ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നത്. മരുന്നൊക്കെ പൊടിക്കുന്ന സംഭവമാണിത്. ഇത് വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ആദ്യം. ഇതിപ്പോൾ ഞാൻ ഒരുവിധം നന്നായിട്ട് സ്മൂത്തായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു പൗഡർ പോലെയാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ചീശ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അലിയിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇതിൽ നിന്ന് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു നമ്മൾ പൊടിച്ചിട്ടുള്ള ആ പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറേശ്ശെ അലിയിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് അലിയിക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്തു. അപ്പോൾ സാരല്ലേ, ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അലിയിക്കണം. ഒരു 10-15 മിനിറ്റ് അതെല്ലാം വെച്ചുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് അത് കുതിർന്നിട്ട് നന്നായിട്ട് അലിഞ്ഞ് കിട്ടും. നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കണം ഈ വെള്ളം. ഇത് നന്നായിട്ട് അലിയിച്ച ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1/2 കപ്പൊക്കെ ഒരു ചെറിയ ചെടിക്ക് ഒഴിക്കാം. അതല്ല ഒരുവിധം ആവറേജ് വലുപ്പമുള്ള ചട്ടിയിലൊക്കെ ആണെങ്കിൽ 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെടികൾക്ക് ഉണ്ടാകുന്ന കാൽസ്യത്തിൻ്റെ കുറവ് നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൻ്റെ രൂപത്തിലാക്കിയിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെടികളത് ആഗിരണം ചെയ്യും. അപ്പോൾ അബ്സോർബ് ചെയ്യാനായിട്ട് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോമിൽ നൽകുന്നത്. ചെടി അത് പെട്ടെന്ന് വലിച്ചെടുക്കുകയും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇനി നമുക്കിത് ഓരോ ചെടികൾക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ ചെടികളുടെ കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കുകയും ചെയ്യും, നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ ഏത് ചെടികൾക്കും നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമുക്ക് പെട്ടെന്ന് കാശ് ചിലവൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ എന്തായാലും ഇതൊന്ന് ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ പുതുതായിട്ട് കാണുന്നവർ നമ്മൾ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ള ഗാർഡനിങ് ടിപ്സൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഹെൽപ്ഫുൾ ആവും. ഗാർഡനിങ് ടിപ്സ് മാത്രമല്ല, നമ്മുടെ അടുക്കളത്തോട്ടത്തിൻ്റെ പച്ചക്കറിത്തോട്ടമൊക്കെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യാമെന്നുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടു നോക്കുക. എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല ഐഡിയ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്